Namaskaram. Music is known to be the most sweetest thing ever created by God. സംഗീതത്തിന്റെ മാധുര്യം നിറഞ്ഞ മറ്റൊരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ജോസ്കോ സൂപ്പർ സ്റ്റാറിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, സദാ 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 ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, കൃഷ്ണപാദം. രാധികാ കൃഷ്ണ രാധികാ കൃഷ്ണ തവ വിരഹേ കേശവ രാധികാ കൃഷ്ണ തവ വിരഹേ കേശവ. स्तनविनिहितमपि हारमुदारम्, स्तनविनिहितमपि हारमुदारं, सामनुते कृसदनोरिव भारम्, स्तनविनिहितमपि हारमुदारं, सामनुते कृसदनोरिव भारम्. कृष्ण राधिका कृष्ण तव विरहे केशव. बारो कृष्ण जय, बारो कृष्ण जय, बारो कृष्ण जय, बारो कृष्ण जय. निन्न ಭಕ್ತರ
ನಿನ್ನ ಭಕ್ತರ ಮನೆ ಈಗ ಬಾರಯ್ಯ ಬಾರೋ ಕೃಷ್ಣಯ್ಯ ಬಾರೋ ಕೃಷ್ಣಯ್ಯ ಬಾರೋ ಕೃಷ್ಣಯ್ಯ. ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಬಾರೋ 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 ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಬಾರೋ 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 ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಬಾರೋ. ಬೇಗನೆ ಬಾರೋ ಬೇಗನೆ ಬಾರೋ ಬೇಗನೆ ಬಾರೋ ಬೇಗನೆ ಬಾರೋ ಬೇಗನೆ ಬಾರೋ ಮುಖವನ್ನೇ ತೋರೋ ಬೇಗನೆ ಬಾರೋ ಮುಖವನ್ನೇ ತೋರೋ ಬೇಗನೆ ಬಾರೋ ಮುಖವನ್ನೇ ತೋರೋ ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಬಾರೋ ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಬಾರೋ 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 ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಬಾರೋ 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 ಕೃಷ್ಣ ನೀ ಬೇಗನೆ വെൽക്കം ബാക്ക് ടു ജോസ്കോ സൂപ്പർ സ്റ്റാർ. ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ഹിദിയ ഒരു നല്ല ഫേവറേറ്റ്, എല്ലാവരുടെയും യുനാനിമസ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെലഡിയുമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഹിദിയെ സ്വാഗതം ചെയ്യാം ഫോർ സിംഗിങ് ഇൻ സ്ട്രിങ്സ് ക്വിൻറ്ററ്റ് റൗണ്ട്. സൂപ്പർ സ്റ്റാർ ജേണിയിലെ രണ്ടാം ഘട്ട മത്സരത്തിനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബാബുരാജ് മാഷ് ഈണം നൽകിയ താനേ തിരിഞ്ഞു മറിഞ്ഞും എന്നൊരു ഓൾഡ് മെലോഡി സോങ്ങാണ് ഞാൻ സ്ട്രിങ്സ് ക്വിൻറ്ററ്റ് റൗണ്ടിൽ പാടുന്നത്. സോ എൻജോയ് ഇറ്റ്. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും
മധുവിതുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരിയേന്തി മധുവിതുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരിയേന്തി താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. प्रेम तपस्विनी प्रेम तपस्विनी कामुक संगम वेळയിൽ प्रेम तपस्विनी प्रेम तपस्विनी कामुक संगम वेळയിൽ നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലെ. നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലെ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഹിദിയ മലയാള സിനിമാ ഗാനങ്ങളിൽ ഒരു എവർഗ്രീൻ ഹിറ്റാണ് ഇന്ന് ഹിദിയ പാടിയത്. പ്രതീക്ഷിച്ച പോലെ പാടാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? സംഗതീസിന് കുറച്ച് സ്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ടീം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിവേസ് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം അവർക്ക് എന്ത് തോന്നിയെന്ന്. ശരത് സർ. ഹിദിയ നന്നായിട്ട് പാടി, നല്ല പാട്ട് കേട്ടോ. ആരാണ് മോൾക്ക് ഇത് സെലക്ട് ചെയ്തതെന്ന്? ഞാൻ തന്നെ സെലക്ട് ചെയ്ത. കൊള്ളാം, അതിൽ 100 മാർക്ക് കേട്ടോ. അപ്പോൾ മോളെ പേടിയായിരുന്നല്ലേ തുടക്കത്തിലൊക്കെ? നല്ല രീതിയിൽ തന്നെ. അതുകൊണ്ടാണ് മോൾക്ക് തുടക്കത്തിലൊക്കെ എന്താ പറയണ്ടത്, വല്ലാത്തൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്ന ലക്ഷണത്തിലാണ് മോള് പോകുന്നത്, പേടിച്ചിട്ട്. ആ പൊന്മുകിൽ അതൊന്ന് പാടിക്കേ, ലാസ്റ്റ് ചരണത്തിന്റെ. മാനത്തെ പൊന്മുകിലിന്നലെ. നമ്മളൊരു കാര്യം മോള് പ്രധാനമായിട്ട് വിചാരിക്കേണ്ടത്, വന്നില്ലെങ്കിൽ ആര് കേസ് കൊടുക്കും? ഫ്രാൻസിസ് കേസ് കൊടുക്കുമോ? സ്വന്തം കേസാൻ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ ഇനി വേറൊരാൾക്ക് വേണ്ടി കൊടുക്കുമോ? ഇല്ല. കാര്യം അവരെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്, ഞങ്ങളിത് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മളാര് സുപ്രീം കോടതി ജഡ്ജാ? നമ്മളെ ഇതിനേക്കാൾ ഉസ്താദുകൾ ഞങ്ങളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ ഞങ്ങൾ പേടിച്ചായിരിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് പാടുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ് കുറേയാണ്. നമ്മളൊക്കെ എല്ലാവരും മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്, എന്താ പറയണ്ട. അപ്പോൾ അവരുടെ ലോല വികാരങ്ങളാണ്. കണ്ടോ, അവരുടെയൊക്കെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാം പാവങ്ങളാണ്. അപ്പം നമ്മൾ ഈ മ്യൂസിക്കാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ഐറ്റം. കേൾവി എന്ന് പറഞ്ഞ് കേൾക്കാൻ, എന്താ ഒരു ജന്മത്ത് സംഗീതം രസിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വരദാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എത്ര സംഗതി പാടിയിട്ടും ചിലവരുണ്ട്, ഞാനിതൊരു എക്സാമ്പിൾ പറയാണ്, വൃത്തിയായിട്ട് പാടുന്ന നല്ല ലെവലിൽ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന പല സിംഗേഴ്സിനും ആസ്വാദന ശേഷിയില്ല, ആസ്വദിക്കാനുള്ള ഒരു കഴിവില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ പാട്ട് കേട്ടാൽ അതിൽ പെർഫെക്ഷൻ കാണും, പക്ഷേ അതിനൊരു ഐറ്റം മിസ്സിങ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നന്നായിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുപോലെ റെൻഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മളെ ഏറ്റവും മ്യൂസിക് ആസ്വദിക്കാൻ ഒരു കഴിവ് തന്നാൽ തന്നെ മതി, ഭാഗ്യം ചെയ്തവരാണ്. പിന്നെ അത് നമുക്ക് പാടാനും വായിക്കാനും ഒക്കെ ദൈവം കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഏറ്റവും അടുത്തുള്ള ആളുകളാണെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ ശരിയായിക്കൊള്ളുക ഐഡിയ.
പക്ഷേ ഒരു മോള് പാടുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെയുള്ള? നല്ല നമ്മളെപ്പോലത്തെ ബിഗിനേഴ്സിന് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആണോ? അല്ലെ കുറച്ച് പാടി തഴക്കം വന്നവർക്ക് ശരിയാകത്തില്ല. അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഐ തിങ്ക് സോ. താങ്ക് യു. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ, ഹിദിയക്ക് ശരിക്കും ഫീൽ ചെയ്ത് പാടാൻ പറ്റിയോ? സ്ട്രിങ്ങിൻ്റെ കൂടെ ഫീൽ ചെയ്ത് പാടാൻ പറ്റിയോ അല്ലേ? ഹിദിയുടെ വോയിസ് ആസ് യൂഷ്വൽ നമ്മൾ പറയണ പോലെ തന്നെ വോയിസ് നല്ല രസമുണ്ടായിരുന്നു. വോയിസ് വാസ് വെരി നൈസ്. താങ്ക് യു സർ. പാടുന്നതിനകത്ത് സംഗതികളുടെ ഇതിലുള്ള പ്രശ്നങ്ങളാണ് കുറേ സ്ഥലങ്ങളിൽ വന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കുറച്ചൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഹിദിയക്ക് കിട്ടിയിട്ടുള്ള വോയിസ് ഒരു സ്പെഷ്യൽ ഒരു ഗിഫ്റ്റാണ്. അപ്പം അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതിൻ്റെ ഏറ്റവും ഇത് കേട്ടോ. സംഗതികളുടെ ക്ലാരിറ്റി ഒന്ന് പരിശ്രമിക്കണം ഒന്നും കൂടെ. ഇപ്പം നേരത്തെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ അതിനെ ആസ്വദിച്ചുകൊണ്ട് പാടാനായിട്ട്. ഇപ്പം ഈ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഒരു അയ്യോ ഒരു ഭയങ്കര, അത് എത്ര വർഷം കഴിഞ്ഞാലും അതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ആ ഫീല് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് മറ്റ് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് സ്ട്രിങ്സിൻ്റെ നല്ലൊരു ബാക്കപ്പിലും കൂടി വരുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അത് പ്രത്യേകം കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർക്കുക, നന്നായിട്ട് പരിശ്രമിക്കുക ഒന്നുകൂടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. ഹിദിയ മാം, നൈസ് പെർഫോമൻസ് ഹിദിയ. താങ്ക് യു മാം. ഹിദിയക്ക് എപ്പോഴും ഞാൻ പറയാറുള്ള കമൻസ് തന്നെയാണ്. ചില പോർഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഓക്കെ, ചില പോർഷൻസ് ഹിദിയക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി കഴിഞ്ഞ റൗണ്ട്സിലൊക്കെ ഹിദിയ പാടിയെക്കാട്ടിലും ഹിദിയയുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. ആൻഡ് ഹിദിക്ക് അറിയാം, ഹിദിക്ക് ഏതൊക്കെ നന്നായിട്ട് പാടാൻ പറ്റുന്ന ഹിദിക്ക് നന്നായിട്ട് അറിയാം, എവിടേക്കാ പോവാന്നും ഹിദിക്ക് നന്നായിട്ട് അറിയാം. സോ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹിദിക്ക് അറിയാം. ഹിദിയുടെ സംഗതീസ് ഒന്നും അത്ര ക്ലാരിറ്റി ഉള്ള സംഗതീസ് ഒന്നും അല്ല, അത് ഹിദിക്ക് അറിയാം അല്ലേ? സോ അതിൽ ഹിദി നന്നായിട്ട് വർക്ക് ചെയ്തത് അറിയുന്നുണ്ട്. ഐ തിങ്ക് ഓവറോൾ ഹിദിയ ഒരു 60% വർക്ക് ചെയ്തിരിക്കുന്ന ഈ സംഗതീസിൻ്റെ ക്ലാരിറ്റി ഒന്നും കൂടി പുഷ് ചെയ്യണം. ഓക്കെ, യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് ബിക്കോസ് വണ്ടർഫുൾ വോയിസ് ആണ് ഹിദിയക്ക് ആസ് യൂഷ്വൽ ആസ് എവർ. ഓക്കെ, ആൻഡ് ശരത് സാർ ബ്യൂട്ടിഫുള്ളി ടോൾഡ്, ഒരു പാട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. നമ്മൾ രുചി എന്ന് പറയും, യുനോ, ഒരു സോങ്ങിൻ്റെ ഒരു സിംഗറിൻ്റെ ഒരു രുചി. അവർ വലിയൊരു സംഭവമൊന്നും ആവില്ല പാടുന്നത്, പക്ഷേ ടേസ്റ്റ്ഫുൾ ആയിരിക്കും അത്. ബി എ വെരി സിമ്പിൾ തിങ് ബട്ട് ഫുൾ ഓഫ് രുചി. ദാറ്റ്സ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഐ തിങ്ക് നമ്മളെല്ലാവരും അതിനെ ട്രൈ ചെയ്യാണ്. ഒരു വലിയ ഭയങ്കര ടഫ് സംഗതീസ് ഒന്നും പാടേണ്ട ആവശ്യമില്ല, പക്ഷേ പാടുന്നത് ടേസ്റ്റ്ഫുൾ ആൻഡ് സോൾഫുൾ ആയിരിക്കണം. ദാറ്റ്സ് ഓൾ, റൈറ്റ്? ഓക്കെ, എനിവേസ് നൈസ് ഹിദിയ. അഗൈൻ സ്ട്രിങ്സ്, മൈ ഗോഡ്, it was a divine sounding. Very nice it was. Thank you. താങ്ക് യു ജഡ്ജസ്. നമുക്ക് എല്ലാ കമൻസും കേട്ടു. ഇനി അടുത്തത് മാർക്സ് ആണ്. ചോദിക്കാം, ശരത് സർ ഹിദിയയുടെ ഈ പെർഫോമൻസിന് എത്ര മാർക്സ് കൊടുക്കുന്നു? 20 മാർക്സ്. താങ്ക് യു സർ. 20 on 25. അൽഫോൻസ് ചേട്ടാ? ഒരു പ്രോത്സാഹനമായിട്ട് 20.5. താങ്ക് യു സർ. 20.5 on 25. മഹതി മാം? ഹിദിയയ്ക്ക് ഒരു പ്രോത്സാഹനമായിട്ട് 20.5. 20.5 again. So 61 on 75. ഹാപ്പി അല്ലേ? നല്ല മാർക്കാണ് അല്ല? ആണോ? വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല, അപ്പോൾ അതിൻ്റെ ബട്ട് അതൊക്കെ നമുക്ക് ഇനിയും റൗണ്ട്സ് ഉണ്ട്. ജഡ്ജസ് പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇതിലും വാശിയോടെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത റൗണ്ട്സിൽ വരിക. മറ്റൊരു നല്ല പെർഫോമൻസ് ആയി നമ്മുടെ അനില കുട്ടി കാത്തിരിക്കുന്നുണ്ട്. അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ജോസ്കോ സൂപ്പർ സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്ട്രിങ്സ് ക്വിന്ററ്റ് റൗണ്ടിൽ അടുത്ത പെർഫോമൻസ് അനിലയുടേതാണ്. നമുക്ക് അനിലയെ സ്വാഗതം ചെയ്യാം. ആദ്യമായി ഞാൻ പാടാൻ പോകുന്നത് സ്ട്രിങ്സ് ക്വിന്ററ്റ് റൗണ്ടിലാണ്. ഈ റൗണ്ടിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതോ ജന്മ കൽപ്പനയിൽ എന്ന സോങ് ആണ്. ഇത് പാടിയിരിക്കുന്നത് വാണിയമ്മയാണ്. മ്യൂസിക് ഡയറക്ഷൻ ജോൺസൺ മാസ്റ്ററിൻ്റെ. പിന്നെ ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് പൂവച്ചൽ ഖാദർ സാറാണ്. ഈ റൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു സ്ട്രിങ്സ് മാത്രം വെച്ചിട്ടുള്ള ഒരു റൗണ്ടിൽ നമ്മളൊക്കെ ആദ്യമായിട്ടാണ് പാടാൻ പോകുന്നത്.
ഇത്രയും ഗ്രേറ്റ് മ്യൂസീഷ്യൻസിൻ്റെ കൂടെ ശരിക്കും സംഗീതത്തിലേക്ക് ചുവട് വെക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒരു പെർഫോം ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. നന്നായി പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നീഡ് യുവർ സപ്പോർട്ട്. താങ്ക് യു. ഏതോ ജന്മകൽപ്പനയിൽ
അനില, പാളങ്ങൾ എന്ന മലയാള സിനിമയിലെ ഈ ഗാനം നല്ല ലയിച്ച് പാടിയ പോലെ എനിക്ക് തോന്നി. എന്ത് തോന്നുന്നു ഈ ഒരു ഹോൾ ന്യൂ ഗ്രൂപ്പിന്റെ കൂടെ പാടാൻ പറ്റിയത്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ബിഗിനേഴ്സിന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അവർക്ക് എന്ത് തോന്നിയെന്ന്. ശരത് സർ. അനില സാർ, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. പ്രത്യേകിച്ച് നമ്മുടെ ഇവർ തകർത്തു, നല്ല സുഖമായിരുന്നു. പ്രത്യേകിച്ച് അത് പറഞ്ഞു അങ്ങ് ഇതായി. എങ്കിലും പറയാതിരിക്കാൻ വയ്യ കേട്ടോ, സത്യങ്ങൾ എപ്പോൾ വേണേൽ പറയാമെന്ന്. കാരണം നമുക്ക് വല്ലപ്പോഴും അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത് സത്യം പറയാൻ. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടെ എൻ്റെ വക താങ്ക്സ്. പിന്നെ ഇത് ആര് പാടിയാന്നറിയാം നമുക്ക്? വാണിയമ്മ പാടി. മ്യൂസിക് ജോൺസൺ മാഷ്. അതൊക്കെ ഡീറ്റെയിൽ പഠിച്ചു വെച്ചോണം, ഇതെങ്കിലും മിനിമം. എഴുതിയത് പൂവച്ചൽ ഖാദർ സാർ. പൂവച്ചൽ ഖാദർ സാറിൻ്റെ പാട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പാടി. പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് എനിക്ക് ഒരു സ്റ്റഡി ആവണില്ലായിരുന്നു, വോയിസ് കൺട്രോള്. അത് പല സ്ഥലത്തും വന്നു ഒന്നായി. അതിലൊക്കെ മോക്കാരോ എന്താണ് പറയണ്ടത്, ഈ ഒരു കൂടുപാത്രം ചെയ്ത പോലെ കൃത്യമായിട്ട് ആ സ്ഥലങ്ങളെല്ലാം തെറ്റുമായിരുന്നു. അത് ഒന്ന് പാടുമോ കൃത്യമായിട്ട്? വന്നു അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളൊന്നായി ഇപ്പോഴും ആടുക ഒന്നായി കേട്ടോ. അത് നമ്മൾ ശ്വാസവും മോളൊന്ന് പിടിച്ചാണ്. ശ്വാസം മുഴുവൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥ വരും. പൊന്നിലാണല്ലേ, ഓക്കെ. പൊന്നിൽ അത് കൃത്യമായിട്ട് പാടിക്കണം കേട്ടോ മോളെ. അത് പിന്നെ ഈ തുണ്ട് പല്ലവിയിൽ ഒരു വന്നു, വേറെ എന്തോ ഒരെണ്ണമില്ലേ ചരണം കഴിഞ്ഞിട്ട് വരുന്ന പല്ലവി വന്നു, ഏതാണ്? അതൊരു കുറേ ബലം കൂടിപ്പോയി. ഒരു WWF ഗുസ്തി കാണുന്ന വികാരമായിരുന്നു അല്ല. ഈ പാട്ടിന്റെ സ്വഭാവത്തിൽ ഒന്ന് പാടണ്ട, അങ്ങനെ എടുത്തെടുത്ത് കാണിക്കണ്ട ഓരോ നോട്ട്സും. അതൊരു ഫ്ലോ മതി. ഒന്ന് പാടിക്കാൻ മോളെ. പിന്നെ ലാസ്റ്റ് പാടി നിർത്തി. എപ്പോഴും നമ്മുടെ ഈ ഒരു സാധനം കൺട്രോളിൽ വെച്ചേക്കണം കേട്ടോ. ഷിവർ ചെയ്യുന്ന ഒക്കെ എന്താണ്? എന്തെങ്കിലും അസുഖം ഉണ്ടോ? അപ്പൊ അത് പേടിച്ചിട്ടാണ് ഷിവറിങ് വരും. അത് തുടക്കത്തിലൊക്കെ ആവും. നമ്മൾ ജീവിതം മുഴുവൻ വിറച്ചോണ്ടിരുന്നാൽ നല്ല അനുഭവങ്ങളൊക്കെ അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചേക്കാം. നമ്മുടെ കയ്യിലല്ല, നമ്മുടെ എന്താ പറയുക, ഇവിടെ ഈ മനസ്സിൻ്റെ കൺട്രോളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിൽക്കും. ഇത് ഷാറ്റർ ചെയ്യുമ്പോഴാണ് മൊത്തം കുളമാകുന്നത്. ഇപ്പം എന്ത് ചെയ്യും? അൽഫോൺസും ഞാനും മഹതി ഞാൻ ചേർക്കുന്നില്ല. അൽഫോൺസും ഞങ്ങൾ പാവങ്ങളാണ്. അപ്പം നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ മ്യൂസിഷ്യൻസ്, നല്ല മ്യൂസിഷ്യൻസിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് ബാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു നല്ല എന്താ പറയുക, എല്ലാം കൊണ്ടും ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? ഇതെല്ലാം ഈ കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകരും നമ്മുടെ പാട്ട് കേൾക്കാൻ, ഇങ്ങനെയുള്ള നല്ല പാട്ടുകൾ കേൾക്കാൻ, അതും ഇങ്ങനൊരു ബാക്കിങ്ങിൽ കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന് കേൾക്കുകയല്ലേ. അവർക്ക് വേണ്ടിയാണ് നമ്മൾ പാടുന്നത്. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പം അതുകൊണ്ട് കൂളായിട്ടിരിക്കുക. എല്ലാവരുടെ അടുത്തും ഉള്ള ഒരു അഭിപ്രായം എനിക്ക് അതേ ഉള്ളൂ. താങ്ക് യു ശരത് സർ. അൽഫോൺസ് ഏട്ടോ? അനിലോട് പറയുന്നതിന് മുമ്പ് മഹതി വിഷമിക്കണ്ട കേട്ടോ. നല്ല അപ്പോൾ അനിലയുടെ പാട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളിൽ. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അനുപല്ലവി അതിലെ കുറേ ഭാഗങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയത് ആ ഭാഗത്തൊക്കെ അങ്ങോട്ട് എത്താത്ത ഒരു ഫീലിംഗ് ഉണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും.
അതിന് മുമ്പ് ലാ ലാ. അത് ആ ഭാഗം വരുമ്പോൾ ഇച്ചിരി കൂടി അങ്ങ് ശ്രുതി ചേരണം എന്നുള്ളൊരു തോന്നല് മനസ്സിലെപ്പോഴും വരിക കേൾക്കുമ്പോൾ. അതുപോലെ ഒന്നായി ശരത്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ഭാഗത്തൊക്കെ ഇച്ചിരി ബ്രത്തും കിട്ടുന്നില്ല. ബ്രത്ത് തീരുന്നതിൻ്റെ ഒരു മെയിൻ, നമുക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എത്ര ബ്രത്തുള്ള മനുഷ്യനാണെങ്കിലും ബ്രത്ത് പ്രശ്നം വരും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ ഒരു ടെൻഷൻ ആസ്പെക്റ്റിൽ നമ്മളൊന്ന് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് വിടുതലെടുക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് നന്നായിട്ട് ആലോചിക്കുക കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ബാക്കിങ് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഗിമ്മിങ്സ് ഒന്നും കാണിക്കാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. പക്ഷേ നന്നായിട്ട് പാടാനും പറ്റും. എനിക്ക് കുറേ ഭാഗങ്ങളൊക്കെ നല്ല രസമായിട്ട് തോന്നി. കാര്യം നല്ല അറേഞ്ച്മെൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ പാട്ടിൻ്റെ കൂടെയുള്ളതാണെങ്കിലും അതിൻ്റെ BGM ഒക്കെ ആണെങ്കിലും നല്ല രസമായിരുന്നു. അപ്പം അതിനകത്ത് നല്ല രസമായിട്ട് അനില ചേർന്ന് വരുന്നുണ്ട്. ചില ഭാഗങ്ങളൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ പോലെ അങ്ങിങ്ങ് വിറവലാറ്റയും അതുപോലെ തന്നെ ശ്രുതിയുടെ പ്രശ്നങ്ങളും അതും കൂടി മാറിയിരുന്നെങ്കിൽ എനിക്കൊന്ന് നല്ല ഇൻവോൾവ്ഡ് ആയിട്ട് പാടുന്ന പോലെ തോന്നി. കണ്ണക്കടച്ച് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ പാട്ടായിട്ട് ബന്ധപ്പെട്ട്? ഒന്നുമില്ല, നല്ലൊരു ഇൻവോൾവ് ആയ പോലെ തോന്നി. എന്തോ ഒരു വിശേഷ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നൊക്കെ കേട്ടു. അതിന്റെ സന്തോഷത്തിലാണോ പാടിയത്? അങ്ങനെയൊന്നുമില്ല. എനിവേ, എന്തായാലും എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. അനില മാം, എനിക്ക് എപ്പോഴും അനില പാടുന്ന ഇഷ്ടമാണ്. നന്നായിട്ടുണ്ടായിരുന്നു അനില ഇന്നും. അനില ഫുൾ ഇൻവോൾവ്മെൻറ്റോടെ പാടിയ പോലെ തന്നെ എനിക്ക് തോന്നിയത്. ആ ടെൻഷൻ ഉറപ്പായിട്ടും വോയിസിൽ അറിയുന്നുണ്ടായിരുന്നു. ഓക്കെ, അനിലയ്ക്ക് യൂഷ്വലി ഐ തിങ്ക് ആ ചിഞ്ചിഞ്ചു പാടിയ പാട്ടിലൊന്നും അടിച്ചു പൊളിച്ച് അങ്ങോട്ട് യുനോ ഭയങ്കര എനർജി ആയിരുന്നു. ഇതിൽ പാടുമ്പോൾ അനിലയ്ക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ജിറ്ററിനെസ്, ഇപ്പോൾ ഒരു ബഞ്ചി ജമ്പിങ് ചെയ്യാൻ പോകുന്നതിന് മുമ്പൊരു ഹാർട്ട് കിടന്നൊരു പെടപെടക്കില്ലേ, ആ ഫീലിംഗ് അതിപ്പോഴും അനിലേക്ക് പോയിട്ടില്ല ആക്ച്വലി. ഓക്കെ, ഐ തിങ്ക് ആ സ്റ്റേജ് വിട്ട് ഇങ്ങോട്ട് ചോട്ടിക്ക് ഇറങ്ങിയാൽ മാത്രമേ അത് പോള് തോന്നുന്നു. സോ ആ ജിറ്ററിനെസ് ടോട്ടലി ഇൻ ദ സോങ് ഉണ്ടായിരുന്നു. ആൻഡ് വേറെവർ സസ്റ്റെയിൻ നോട്ട്സ് വരുമ്പോഴത്തേക്കും ആ പെടപെടപ്പ് കാരണം അനിലയ്ക്ക് ബ്രെത്ത്ലെസ്നെസ്. ഓക്കെ, ആൻഡ് എനിക്ക് ചരണം ഏതാണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു അനില. ചരണം വാസ് മൊറലെസ് വെരി വെരി നൈസ്. ആൻഡ് അത് കഴിഞ്ഞു വന്നൊരു പല്ലവി ശരത് സാറ് പറഞ്ഞ ആ സംഗതി ഒഴിച്ച് ബാക്കിയെല്ലാം അങ്ങോട്ട് എക്സോഷൻ, ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ഓടിപ്പോയിട്ട് വന്ന ഒരു അയ്യോ എനിക്കിനി തീരെ ശക്തിയില്ല പാടാൻ എന്ന് പറഞ്ഞ പോലത്തെ ഒരു, ഞാൻ ടോട്ടലി എക്സോസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായിരുന്നു അവസ്ഥ. ഓക്കെ, സോ ഐ തിങ്ക് മെയിൻ അനിലയുടെ ശത്രു ഇന്ന് അനിലയുടെ ആ ടെൻഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ അനിലയ്ക്ക് പാടാൻ പറ്റുന്ന മുമ്പ് പറഞ്ഞ ഒരു നേസാലിറ്റി അതൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നു. ഓക്കെ, ഹൈ പോർഷൻസ് പാടുമ്പോൾ ആ നേസാലിറ്റി അത്രയ്ക്ക് ഇങ്ങോട്ട് അറിയുന്നൊന്നുമില്ല ഇപ്പോൾ. സോ ഐ തിങ്ക് യു ആർ റിയലി വർക്കിംഗ് ഓൺ ഇറ്റ്. ജസ്റ്റ് വർക്ക് മോർ. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ വി ആർ ലൈക്ക് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. സോ ഈ ടെൻഷൻ ഫാക്ടർ ഒഴിവാക്കുക. ഓക്കെ, അതർവൈസ് എ വെരി നൈസ് പെർഫോമൻസ്. ആൻഡ് ആസ് യൂഷ്വൽ സ്ട്രിങ്സ് വാസ് വെരി നൈസ്. താങ്ക് യു ജഡ്ജസ്. നമ്മുടെ കമൻസ് ഒക്കെ കേട്ടു. ഇനി മാർക്സിലേക്ക് കിടക്കാം. ശരത് സർ, അനിലയ്ക്ക് ഈ പെർഫോമൻസിന് എത്ര മാർക്ക് കൊടുക്കും? അനില എത്ര പ്രതീക്ഷിക്കുന്നു? അല്ല, പ്രതീക്ഷയൊക്കെ 25 ആയിരിക്കും. അതല്ല, ഇപ്പൊ ഈ ഒരു പാട്ടിന് എത്ര തന്നാലും നമുക്ക് സന്തോഷമാവും. 20 മതിയോ? ഫ്രാൻസിസേ SMS ചെയ്ത് കഴിഞ്ഞോ? ഇല്ലല്ലേ, 20 മതിയോ കുട്ടിക്ക് മാർക്ക്? നിങ്ങളെന്ത് പറയുന്നു? മതിയോ? കൊടുക്കാന്ന് കുറച്ചും കൂടെ. അവർ കണ്ടോ, അവരുടെ മനസ്സ് കണ്ടോ? ഇപ്പം നമ്മൾ എന്ത് സ്ട്രിങ് നിങ്ങൾക്ക് ബാക്ക് ചെയ്യാൻ വന്നവർക്ക് വേണ്ടി ഞാൻ 21 മാർക്ക് തരും. താങ്ക് യു സർ. 21 on 25. അൽഫോൻസ് ഏട്ടാ? ഞാൻ അനിലയ്ക്ക് വേണ്ടി 21 മാർക്ക്. താങ്ക് യു സർ. അഗൈൻ 21. മഹതി മാം? ഞാനും അനിലയ്ക്ക് വേണ്ടി 21.5.
21.5. അപ്പോൾ ടോട്ടൽ 63.5 on 75. ഹാപ്പിയാണോ ഈ മാർക്സിൽ? കുഴപ്പമില്ല. നമുക്കിനി ഹാപ്പി ആവാൻ ടൈമുണ്ട്. കുറച്ചുകൂടി വർക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത റൗണ്ട്സിൽ നന്നായി പാടാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് അനില. പോസിറ്റിവിറ്റി ഇസ് എ ചോയ്സ്. ശുഭപ്രതീക്ഷകളിൽ എല്ലാവരും തന്നെ വിശ്വസിക്കണം. ഇറ്റ് ബ്രിങ്സ് ഹാപ്പിനെസ് ടു അവർ ലൈഫ്സ്. നല്ല ഒരു നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം ദ ഹോൾ ടീം ഓഫ് ജോസ്കോ സൂപ്പർ സ്റ്റാർ.